ഇതേ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റിങ്ങിനായിട്ടുള്ള ബയോബിനാണ് കേട്ടോ. പഞ്ചായത്താണ് നമുക്കിത് തരുന്നത്. സബ്സിഡിയോട് കൂടിയിട്ട് 150 രൂപ ചിലവിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബേസ് ഉണ്ടാവും. ആ ബേസ് വെച്ചതിന് ശേഷം ആ തന്നിട്ടുള്ള ഗ്യാപ്പിലേക്ക് അതിനോടൊപ്പമുള്ള ഒരു ട്രേ ഉണ്ട്, അതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെയുള്ള 3 ബക്കറ്റുകളിൽ ആദ്യത്തെ ബക്കറ്റ് ഒന്ന് നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത ബേസ് വയ്ക്കുക, അതിൻ്റെ മീതെ രണ്ടാമത്തെ ബക്കറ്റ്, അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് മൂന്നാമത്തെ ബക്കറ്റും അതുപോലെ ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ടോപ്പ് ഉണ്ട്, അതായത് ഒരു മൂടിയുണ്ട്, ഒരു നെറ്റ് പോലെയുള്ള ഒരു മൂടിയുണ്ട്. ഇത് മൂന്നും ഇങ്ങനെയാണ് ഒരു പൊസിഷൻ അവർ നമുക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ വ്യത്യാസം കേട്ടോ. നമുക്ക് എന്തായാലും ഈ പൊസിഷൻ ഞാൻ കാണിച്ചു തന്നുല്ലോ. മുകളിൽ നിന്നുള്ള 2 ബക്കറ്റ് മാറ്റി വയ്ക്കുക. ബേസിലുള്ള ഏറ്റവും അടിയിലുള്ള ബക്കറ്റിലേക്ക് നമുക്ക് ഇതോടൊപ്പം പഞ്ചായത്ത് തന്നിട്ടുള്ള ഒരു ചാക്ക് ഇനോക്കുലം തന്നിട്ടുണ്ടായിരുന്നു. ആ ഇനോക്കുലം നമ്മുടെ ചാണകപ്പൊടി പോലുള്ള ഒരു സാധനമാണ്. ആ ഇനോക്കുലം നമുക്ക് ഏറ്റവും അടിയിലുള്ള ബക്കറ്റിൽ 2 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മീതേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. നമുക്ക് ഈ വേസ്റ്റ് ബിന്ന് തരുമ്പോഴേ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ ഒരു അരിപ്പക്കൊട്ടയിലാണ് കിച്ചൺ വേസ്റ്റ് മുഴുവൻ കളക്ട് ചെയ്തത്. ഒരു ദിവസത്തെ ത്രൂ ഔട്ട് വേസ്റ്റ് എടുത്തു വെച്ചതിന് ശേഷം പിറ്റേന്ന് മുതലാണ് ഞാൻ വളം ഇതിലേക്ക് ഇട്ട് തുടങ്ങിയത്. അപ്പോഴെപ്പോഴായിട്ടൊന്നും ഈ ബക്കറ്റ് തുറക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ വേസ്റ്റ് മുഴുവനും എൻ്റെ അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പോയിട്ടുണ്ടാവും. അതിൻ്റെ മീതെ നമ്മൾ ഇനോക്കുലം വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരപ്പാക്കിയിട്ട് ആ പാത്രം നമ്മൾ ഭദ്രമായിട്ട് അടച്ചു വെക്കുക. പണ്ടാണ്, അതായത് ഒത്തിരി നാൾ മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന ഇതുപോലെയുള്ള ബക്കറ്റുകൾ 3 ബക്കറ്റും അടക്കി വെച്ചിട്ട് ഏറ്റവും മുകളിലാണ് നമ്മൾ ആദ്യത്തെ വളം സെറ്റ് ചെയ്തിരുന്നത്. അതെന്നറിയുമ്പോൾ അത് ഏറ്റവും അടിയിലേക്ക് മാറ്റി വെച്ച് അതിൻ്റെ മീതേക്ക് മറ്റൊരു ബക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒറ്റ ഒരു ബക്കറ്റിൽ ആദ്യം കമ്പോസ്റ്റ് റെഡിയാക്കുക. അത് കമ്പോസ്റ്റ് ആകുമ്പോൾ അത് നമുക്ക് പിന്നീട് മാറ്റി വയ്ക്കുക, അടുത്ത ബക്കറ്റ് ഫിറ്റ് ചെയ്യുക, അതിൽ ആക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ ബക്കറ്റും നിറഞ്ഞുകൊണ്ട് വരുന്നതിനനുസരിച്ച് ഏറ്റവും ആദ്യത്തെ ബക്കറ്റിലെ കമ്പോസ്റ്റ് നമുക്ക് വളമായിട്ട് മാറിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇനോക്കുലത്തിൻ്റെയും നമ്മളുടെ വേസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം അത് 21 ദിവസമാണോ 45 ദിവസമാണോ 6 മാസം എന്നുള്ളതൊക്കെ കേട്ടാ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബക്കറ്റ് നിറഞ്ഞപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? നിറയെ പുഴുക്കളാണ്. ശ്രദ്ധിക്കണം, വല്ലാതെ വലിയ പുഴുക്കളാണെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റിംഗ് പരിപാടി ഫ്ലോപ്പായി എന്നാണ് അർത്ഥം. ചെറിയ ചെറിയ പുഴുക്കൾ സ്വാഭാവികം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് അതിൽ ആ ട്രേയിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു. നല്ല കൊഴുത്ത ഒരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 10 ഇരട്ടി വെള്ളത്തോടു കൂടി ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ വേരിൻ്റെ, അതായത് കടഭാഗത്തുനിന്ന് നീക്കിയിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള വളമാണ് കേട്ടോ അതും.